ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തുവിന്റെ വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 24 അധ്യായം 44 വാക്യം. അതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവേൻ, മനുഷ്യപുത്രൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ വരുന്നു. നാം ചെലവഴിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ ക്രിസ്തുവിന്റെ മഹത്തായ മടങ്ങിവരവിലേക്ക് അടുപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും. അവനെ കാണാൻ തയ്യാറായ ഒരാളായി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ വരവിനായി നിങ്ങൾ തയ്യാറാണോ? കർത്താവിന്റെ മഹത്തായ തിരിച്ചുവരവിൽ അവനെ കാണാൻ മറ്റുള്ളവരെ ഒരുക്കാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷം എടുക്കുക. അവൻ വരുന്നതുവരെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും അവന്റെ വചനപ്രകാരം താലന്തുകൾ നൽകിയിട്ടുണ്ട്. 5, 2, 1 ആകട്ടെ, അവനെ വിശ്വസ്തയോടെ സേവിക്കാൻ. അവൻ നമുക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും അവന്റെ രാജ്യത്തിനായി ആത്മാക്കളെ നേടാനും ഉപയോഗിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം ഈ താലന്തുകൾ നാം എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് ദൈവത്തോട് കണക്ക് പറയണമെന്ന് നാം ഒരിക്കലും മറക്കരുത്. കർത്താവിന്റെ വരവിനെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ലാത്തതിനാൽ പലർക്കും ശുശ്രൂഷയോടുള്ള തീക്ഷ്ണത നഷ്ടപ്പെടുന്നു. ചിലർ ധീരമായ പാപങ്ങളിലേക്ക് പോലും വഴുതി വീഴുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ മഹത്വരമായ പ്രത്യാശയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവൻ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും പ്രാർത്ഥനയിലും ദൈവവചനത്തിലും തീക്ഷ്ണതയോടെ തുടരുകയും ചെയ്യുന്നു. ഇന്ന് ചില ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു ഉടൻ വരുമെന്ന് അറിയില്ല എന്ന് തോന്നിയാലും സാത്താന് തീർച്ചയായും അതറിയാം. അതുകൊണ്ടാണ് പിശാച് തന്റെ സമയം കുറവാണെന്ന് മനസ്സിലാക്കി ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നത്. ലോകത്തിൽ പാപവും മത്സരവും ഇളക്കി വിടുന്നതും. ക്രിസ്തുവിന്റെ വരവ് ഇനിയും വർഷങ്ങൾ അകലെയാണെന്ന് കരുതരുത്. അവന്റെ തിരിച്ചുവരവ് അപ്രതീക്ഷിത മണിക്കൂറുകളിൽ സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അതിനാൽ അടുത്ത നിമിഷത്തിൽ പോലും കർത്താവ് വരുമെന്ന പ്രതീക്ഷയോട് നമുക്ക് ഓരോ നിമിഷവും ജീവിക്കാം. മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പ്രകാശിക്കുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവും അങ്ങനെയായിരിക്കും. എന്നാൽ ആ ദിവസത്തെയും മണിക്കൂറിനെയും കുറിച്ച് ആരും അറിയുന്നില്ല, എന്റെ പിതാവല്ലാതെ. സ്വർഗത്തിലെ ദൂതന്മാർ പോലും അറിയുന്നില്ല എന്ന് മത്തായി സുവിശേഷം 24 അധ്യായം 27 വാക്യത്തിലും 36 വാക്യത്തിലും കാണപ്പെടുന്നു. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നതുവരെ അവർ അറിഞ്ഞില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. ഇത് മത്തായി സുവിശേഷം 24 അധ്യായം 38, 39 വാക്യത്തിലും 44 വാക്യത്തിലും പറയപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 22 അധ്യായം 12 വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹോശേയ 9, 10, 11 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 3 അധ്യായം. ആമേൻ.